വെൽക്കം ടു ആൾ. ഐ ആം സതീഷ് കുമാർ. നമ്മളിന്ന് വയർമാൻ പെർമിറ്റിന്റെ 5ാമത്തെ വീഡിയോയിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ഇതിൽ നമ്മൾ 30 ക്വസ്റ്റ്യനോളം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഓപ്ഷനൊന്നും ഇല്ലാതെ തന്നെ ഉത്തരത്തിലേക്ക് ഡയറക്റ്റ് പോകുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ എടുക്കാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ, 31ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. CEA 2010 റെഗുലേഷനിൽ എത്രാമതായാണ് ജനറൽ സേഫ്റ്റിയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? CEA എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി എന്നാണ്. അപ്പൊ CEA റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ മെഷേഴ്സ് റിലേറ്റിംഗ് ടു സേഫ്റ്റി ആൻഡ് ഇലക്ട്രിസിറ്റി സപ്ലൈ എന്നുള്ളതാണ്. ഇലക്ട്രിസിറ്റിയെ കുറിച്ചും ഇലക്ട്രിസിറ്റിയുടെ റിലേഷൻ മെഷേഴ്സ് എന്താണ്, സേഫ്റ്റിയും മറ്റു കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്ന ഒരു അതോറിറ്റി എന്നാണ് CEA. അപ്പൊ അതില് 2010 സ്കീമിൽ എത്രാമതായിട്ടാണ് ജനറൽ സേഫ്റ്റിയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? പല നമ്പറുകൾ തരും, പക്ഷെ ഉത്തരം അതല്ല. ഉത്തരം 12ാമതാണ്, റെഗുലേഷൻ 12. ഓക്കെ, ഇനി നമുക്ക് 32ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫാൻ സർക്യൂട്ടിൽ ഇലക്ട്രോണിക് റെഗുലേറ്റർ ഘടിപ്പിക്കുന്നത് കൊണ്ടുള്ള ഉപയോഗം ഡാഷാണ്. ഒരു ഫാൻ സർക്യൂട്ടിൽ നമുക്കറിയാം, ഇപ്പൊ പഴയ മറ്റേ ഓർഡിനറി റെഗുലേറ്റേഴ്സ് കിട്ടാനില്ല, എല്ലാം ഇലക്ട്രോണിക് റെഗുലേറ്റർ ആണ്. പിന്നെ BLDC ഫാൻ വന്നേ പിന്നെ റെഗുലേറ്റർ ആവശ്യമില്ല. അപ്പോൾ ഒരു ഫാൻ സർക്യൂട്ടിൽ ഇലക്ട്രോണിക് റെഗുലേറ്റർ ഘടിപ്പിക്കുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്താണ്? ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്താണ്? സ്പീഡ്. സാധാരണ റെഗുലേറ്റർ സ്പീഡ് കുറയുമെങ്കിൽ, നമുക്ക് സ്പീഡ് കുറയ്ക്കാൻ പറ്റുമെങ്കിലും നമ്മുടെ കറണ്ടിന് വേരിയേഷൻ ഉണ്ടാകുന്നില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു? വേഗതയ്ക്ക് അനുസരിച്ച് കറണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഊർജ്ജ ഉപഭോഗത്തിൽ കുറവ് വരുത്തിക്കൊണ്ട് വേഗത കുറയ്ക്കാൻ സാധിക്കും. രണ്ടും ഉത്തരം ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 33ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ഹൈറൈസ് കെട്ടിടത്തിൽ നിർബന്ധമായും സ്ഥാപിക്കേണ്ട 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? അതായത് 3 നില മുതൽ മുകളിലേക്ക് വരുന്ന കെട്ടിടങ്ങളാണ് നമ്മൾ ഈ ഹൈറൈസ് കെട്ടിടങ്ങളെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ അതിനകത്ത് ഈ നിർബന്ധമായി സ്ഥാപിക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. സ്റ്റാൻഡ് ബൈ ജനറേറ്റർ ഉണ്ടാവണം, അതായത് പവർ സപ്ലൈ പോയാൽ ബാക്കപ്പ് കിട്ടണം. പാസഞ്ചർക്ക് പോകാനുള്ള ലിഫ്റ്റ് ഉണ്ടാവണം. പിന്നെ ഫയർ പമ്പ് ഉണ്ടാവണം. പിന്നെ ലൈറ്റ്നിങ് അറസ്റ്റർ ഉണ്ടാവണം. ഇത് കൂടാതെ മറ്റേ കോണിപ്പടികൾ അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുള്ള ചരിഞ്ഞ പ്രതലങ്ങൾ ഉണ്ടാകണം. അതുപോലെ വികലാംഗർക്കും മറ്റുള്ളവർക്കുമുള്ള എന്താണ് മലമൂത്ര സൗകര്യങ്ങൾ അതിനുള്ള ഉണ്ടാവണം. അങ്ങനെയൊക്കെ ഉണ്ട്. എങ്കിലും നമ്മുടെ ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയുന്നത് സ്റ്റാൻഡ് ബൈ ജനറേറ്ററും പാസഞ്ചർ ലിഫ്റ്റും ഫയർ പമ്പും ലൈറ്റ്നിങ് അറസ്റ്ററും നിർബന്ധമായും ഇതിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, 34ാമത്തെ ചോദ്യം. സൗരോർജ പാനലിൽ ഏത് തരം ഊർജ മാറ്റമാണ് നടക്കുന്നത്? സൗരോർജ പാനൽ നമുക്കറിയാവുന്നതാണ്. എന്താണ്? സോളാർ ലൈറ്റിനെ, അതായത് നമ്മുടെ സൂര്യന്റെ വെളിച്ചത്തെ, സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുകയാണ്. 35ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലാപ്സായ വയർമാൻ പെർമിറ്റ് കേരളത്തിൽ പുതുക്കി നൽകുന്നത് ആരാണ്? അതായത് ഡേറ്റ് കഴിഞ്ഞു പോയ സാധനങ്ങളെ പുതുക്കി നൽകുന്നത് ആരാണ്? പലർക്കും സംശയം ഉണ്ടാവും. ഇല്ല, അത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് തന്നെയാണ് പുതുക്കി നൽകുന്നത്. AC ജനറേറ്ററുകൾ അടയാളപ്പെടുത്തുന്നത്, അതായത് അതിന്റെ റേറ്റ് ചെയ്യുന്നത് സാധാരണയായി ഡേഷിലാണ്. AC നമ്മൾ DCയെ നമ്മൾ KW പറയുമെങ്കിലും ACയെ നമ്മൾ KVA കിലോ വോൾട്ട് ആംപിയറിലാണ് നമ്മൾ പറയുന്നത്. കാരണം AC ജനറേറ്ററുകൾക്ക് പവർ ഫാക്ടറിൽ ഡിപ്പെൻഡ് ആണ്. നമ്മൾ കണക്ട് ചെയ്യുന്ന ലോഡിന്റെ പവർ ഫാക്ടറിനനുസരിച്ച് ഇത് വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഇത് ഡയറക്റ്റ് ഇത്ര KW വർക്ക് ചെയ്യുമെന്ന് പറയാൻ സാധിക്കില്ല. ഓക്കെ, 37ാമത്തെ ചോദ്യം. ഒരു ഗാർഹിക ഉപസർക്യൂട്ടിൽ എർത്ത് വയറിങ്ങിനായി ഉപയോഗിക്കുന്ന കമ്പിയുടെ ഗേജ്, അതായത് കനം എത്രയാണ്? ഒരു ഗാർഹിക ഉപസർക്യൂട്ട് നമ്മൾ സബ് സർക്യൂട്ടിനകത്ത് ഉപയോഗിക്കുന്നത് എന്താണ്? അതാണ് ഉത്തരം 18 ഗേജിന്റെ ചെമ്പ് കമ്പി. ഇപ്പൊ അങ്ങനെ അത് ആരും ഉപയോഗിക്കാറില്ല, എല്ലാവരും പകരം വയറാണ് ഉപയോഗിക്കുന്നത്, കാണപ്പെടുന്നത്. അങ്ങനെയല്ല, 18 ഗേജിന്റെ ചെമ്പ് കമ്പിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. തന്നിരിക്കുന്നവയിൽ ഏത് ബൾബിനാണ് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം കൂടുതലുള്ളത്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് ബൾബിനാണ്? 25 വാട്ട് 230 വോൾട്ട്, 40 വാട്ട് 230 വോൾട്ട്, 60 വാട്ട് 230 വോൾട്ട്, 100 വാട്ട് 230 വോൾട്ട്. ഈ തന്നിരിക്കുന്നവയിൽ ഏതിനാണ് പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ് കൂടുതലുള്ളത്? എല്ലാവരും വിചാരിക്കുന്ന കാര്യം 100 വാട്ട് ബൾബിന് അല്ല,
നമ്മൾ ഓംസ് ലാ പ്രകാരം റെസിസ്റ്റൻസ് കുറയുന്നതനുസരിച്ച് പവർ കൂടി വരും. അപ്പൊ 100 വാട്ട് ബൾബിന് ശരിക്കും പറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 25 വാട്ട് 230 വോൾട്ട്. 39ാമത്തെ ചോദ്യം, TOD മീറ്ററിലെ നമ്മളിപ്പോൾ എല്ലാ വീടുകളിലും ഇരിക്കുന്ന ഡിസ്പ്ലേ, ഡിജിറ്റൽ ഡിസ്പ്ലേ ഉള്ള മീറ്റർ, TOD മീറ്ററിലെ TOD എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പോൾ നമുക്ക് ഒരുപാട് അർത്ഥങ്ങൾ അതിനകത്ത് ഓപ്ഷൻ തരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ തരും. ഒന്നുമില്ല, ടൈം ഓഫ് ഡേ, അതായത് ഒരു ദിവസത്തിനെ 3ആയിട്ട് തിരിച്ച് അതിന് രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ ഉള്ള ഒരു റീഡിങ്, പിന്നെ വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെയുള്ള പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു റീഡിങ്, പിന്നെ രാത്രി 10 മുതൽ രാവിലെ 6 വരെയുള്ള ഓഫ് പീക്ക് എന്നുള്ളതിലുള്ള വേറൊരു റീഡിങ്. മൂന്നിനും നമ്മുടെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ആയിട്ടുള്ള സ്ഥലങ്ങൾക്ക് 3 റേറ്റാണ്, വീടിന് അങ്ങനെ ഒറ്റ റേറ്റേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരം ഓക്കെ. നമുക്ക് 40ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പോർസലൈൻ അല്ലെങ്കിൽ PILC ഇവയിൽ ഏതാണ് കേബിൾ ഇൻസുലേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നല്ല, ഉപയോഗിക്കാത്തത്? നമുക്കറിയാം പോർസലൈൻ എന്ന് പറയുന്നത് നമുക്ക് കട്ടിയുള്ള സാധനമായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കേബിളിന്റെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നറിയാം. അപ്പൊ PILC ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഉപയോഗിക്കാത്ത ഉത്തരം പോർസലൈൻ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് 41ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ കപ്പാസിറ്റർ കണക്ഷൻ പെട്ടെന്ന് വിച്ഛേദിക്കപ്പെട്ടാൽ ആ മോട്ടോറിന് എന്ത് സംഭവിക്കും? അതായത് നമ്മുടെ ഒരു സിംഗിൾ ഫേസ് മോട്ടോർ, നമ്മളെ പമ്പ് സെറ്റ് പോലത്തെ മോട്ടോറുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ കപ്പാസിറ്റർ കണക്ഷൻ കത്തിപ്പോവുകയോ അല്ലെങ്കിൽ ഒരു ഡിസ്കണക്ട് ആവുകയോ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിലവിൽ എന്താണ് സംഭവിക്കുക? മോട്ടോർ നിന്നൊന്നും പോകത്തില്ല, മോട്ടോർ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷേ എന്ത് സംഭവിക്കും? അതിന്റെ ലൈഫിനെ അത് നന്നായിട്ട് ബാധിക്കും. കാര്യം പിന്നെ ഒരു വൈൻഡിങ്ങിലേക്കുള്ള കണക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെ? ഉത്തരം മോട്ടോർ തുടർന്നും പ്രവർത്തിക്കും, പക്ഷെ അതിന്റെ ലൈഫിനെ അത് സാരമായി ബാധിക്കും. 42ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഗാർഹിക ഇൻസ്റ്റലേഷനിലെ മെയിൻ സ്വിച്ച് എങ്ങനെ ഉള്ളതായിരിക്കണം? ഒരു ഗാർഹിക ഇൻസ്റ്റലേഷനിലെ മെയിൻ സ്വിച്ച് എങ്ങനെയുള്ളതായിരിക്കണം? ഇപ്പൊ മെയിൻ സ്വിച്ച് ഉപയോഗിക്കാൻ പറയുന്നില്ല, ഇപ്പോ ഐസൊലേറ്ററും VLCBയും കമ്പൽസറി ആക്കിയിരിക്കുകയാണ്. അപ്പോ ഉത്തരം എന്താണ്? ഫ്യൂസും സ്വിച്ചും ലിങ്ക് ആയിട്ടുള്ളതായിരിക്കും. അതായത് ആ രീതിയിൽ തന്നെ ഫ്യൂസും ഉണ്ടാവണം, സ്വിച്ചും ഉണ്ടാവണം. സ്വിച്ച് മാത്രമോ അല്ലെങ്കിൽ ഫ്യൂസ് മാത്രമോ ഉള്ളതാവരുത്, അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കർ ആയിരിക്കണം. 44ാമത്തെ ചോദ്യം, ഒരു ഇലക്ട്രിക് സർക്യൂട്ട് വിച്ഛേദിക്കാതെ തന്നെ അതിനുള്ളിലെ വോൾട്ടേജ്, കറണ്ട് എന്നിവ അളക്കാനുള്ള ഉപകരണം ഏതാണ്? അതായത് നമുക്ക് ഒരു നിലവിലൊരു സർക്യൂട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനെ ഇനി സപ്ലൈ ഓഫ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് എത്ര വോൾട്ടേജ് ഉണ്ട്, എത്ര കറണ്ട് ഉണ്ടെന്ന് അളക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാവും, അല്ലെ? അതിനൊരു മൾട്ടിമീറ്റർ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ, വിച്ഛേദിക്കാതെ തന്നെ അതിനകത്തുള്ള കണ്ടുപിടിക്കാനുള്ള വോൾട്ടേജും കണ്ടുപിടിക്കാനുള്ള ഉപകരണം ഏത്? നമുക്ക് ഉത്തരം നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്, ക്ലാം മീറ്റർ അല്ലെങ്കിൽ ടോങ് ടെസ്റ്റർ. അപ്പൊ 45ാമത്തെയും ഈ വീഡിയോയിലെ അവസാനത്തെയും ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നിലവിൽ കേരളത്തിൽ ഇല്ലാത്ത ജനറേറ്റിംഗ് പവർ സ്റ്റേഷൻ ഏതാണ്? നമുക്ക് കോഴിക്കോടൊക്കെ നമുക്ക് തെർമലുണ്ട്, അല്ലേ? പിന്നെ ഇടുക്കിയിലും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് ഹൈഡ്രോ, അതായത് വെള്ളത്തിന്റെ ഉണ്ട്. പിന്നെ പാലക്കാട് നമുക്ക് വിൻഡും സോളാറും ഒക്കെ ഉണ്ട്, പാലക്കാടും കാസർഗോഡും ഒക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് ഇല്ലാത്ത സാധനം എന്ന് പറയുന്നത് ന്യൂക്ലിയർ ജനറേറ്റിംഗ് സ്റ്റേഷനാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ആണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക് യു.